ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പളങ്ങ പ്രത്യേക രീതിയിൽ വറുത്തരച്ചൊരു കറിയാണ്. കപ്പളങ്ങ കഴുകി നുറുക്കിയെടുത്തു. ഇതുപോലെ നുറുക്കിയെടുക്കണം കഷ്ണം കഷ്ണമായിട്ട്. ഈ ഒരു ചീൻചട്ടിയിൽ എണ്ണ 2 സ്പൂൺ ഒഴിച്ച് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഈ കപ്പളങ്ങ ഇതുപോലെ കപ്പളങ്ങ വാട്ടിയെടുത്താൽ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. കപ്പളങ്ങ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. അതിനാവശ്യത്തിനായി ഒരു തക്കാളി, ഒരു സബോള, ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, 2 ചുള വെളുത്തുള്ളി, ഇതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം. കപ്പളങ്ങ വാട്ടിയ എണ്ണയിലേക്കിട്ട് നമുക്ക് സവോള ഒന്ന് വാട്ടിയെടുക്കാം. സവോള വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. വറുത്തരയ്ക്കാനായി തേങ്ങാക്കൊത്താണ് വറക്കുന്നത്. തേങ്ങാക്കൊത്ത് ഇതുപോലെ വറുത്ത് എടുക്കണം. എണ്ണയിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് വരട്ടുവാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലി ചേർക്കാം. 6 വറ്റൽമുളക്, 4 ഗ്രാമ്പു, ചെറിയ 4 കറുകപ്പട്ട, ശകലം കരിയാപ്പല, ഇതെല്ലാം കൂടെ നന്നായി വറുത്തെടുക്കാം. മല്ലി ഇല്ലാത്തവർക്ക് മല്ലിപ്പൊടി ഇട്ടാൽ മതി. വരട്ടിയ സബോളയിലേക്ക് തക്കാളി ഇട്ട് വരട്ടാം. കറിയുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് തക്കാളി നന്നായി വരണ്ടു വന്നു കഴിഞ്ഞാൽ മല്ലിപ്പൊടി ചേർക്കാം. 1 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇനി വരട്ടി വെച്ച കപ്പളങ്ങ ചേർക്കാം. മസാലയ്ക്കകത്തിട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. ഇതിൽ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ചേർത്തില്ല. ഇനി നമുക്ക് അരച്ച അരപ്പ് ചേർക്കാം. അരപ്പൊന്ന് വരണ്ട് വരാൻ വേണ്ടി ഇച്ചിരി നേരം നമുക്കൊന്ന് വരട്ടാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിനകത്ത് കിടന്ന് അരപ്പ് നന്നായിട്ട് തിളച്ച് വരട്ടെ. കറി നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിച്ചത് ചേർക്കാം. അപ്പം നമ്മുടെ കപ്പളങ്ങ വറുത്തരച്ച കറി ഇവിടെ റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇറച്ചിക്കറിയൊക്കെ മാറി നിൽക്കും. നല്ല ടേസ്റ്റിയായ കപ്പളങ്ങ കറിയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.